സത്യം പറയാം, എരുണ്ടെങ്കിൽ എരുന്ന് പറയാം. എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. ആണ് ക്യാമറ പിടിച്ചിരുന്ന ആളുടെ അവസ്ഥയാണ് കിട്ടാ. നല്ല എരുണ്ടല്ലേ? ഇതാണ് സാധനം കണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും ചോളോ ചിപ്സ് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ചോളോ ചിപ്സ് കഴിച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമുക്കൊരാഗ്രഹം, അപ്പോൾ പുതിയ ചോളോ ചിപ്സ് കഴിഞ്ഞതല്ല, പുതിയ മോഡൽ വന്ന 2021 ചോളോ ചിപ്സ് നമ്മളൊന്ന് ഓർഡർ ചെയ്ത് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ചോളോ ചിപ്സ് കഴിച്ചിട്ട് ചിലവർ എരുണ്ട്, ചിലവർ എരില്ല, ചിലവർക്കൊരു കുഴപ്പമില്ല, പൈസ പോയി, ചിലവർ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്, എരിഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടല്ലോ, അപ്പോൾ ഒന്ന് വരുത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോളോ ചിപ്സ് കഴിക്കുന്നതാണ്. പിള്ളേർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് ലേസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അവർ ലേസും അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ലേസാണോ ചോളോ ചിപ്സാണോ എരു കൂടുതൽ എന്നുള്ള അറിയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇത് ചോളോ ചിപ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതാണ് ചോളോ ചിപ്സ്, കണ്ടില്ലേ? ഈ സാധനമാണ്. പിന്നെ കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ, ചോളോ ചിപ്പ് കണ്ടാൽ തന്നെ പേടിയാവും. ഏകദേശം ഒരു ശവപ്പെട്ടിയുടെ ആകൃതിയിലാണ് ഇത്. കണ്ടോ, അത് ഡേഞ്ചർ അല്ലേ? വാണിംഗ് എഴുതിയിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എരിവുള്ള ചിപ്സ്, ഇത് കഴിക്കാൻ പാടില്ല എന്ന് ഇതിന്മേൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്, ജീവൻ തന്നെ അപകടത്തിലാവും എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്, അതായത് നമ്മുടെ റിസ്കിൽ തന്നെ ഇത് കഴിക്കണം, ഫുൾ റിസ്ക് നമ്മളെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്മേൽ എഴുതിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ രീതി. കണ്ടോ, അതിനെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രം തന്നെയാണ് ഇതിന്മേൽ കൊടുത്തേക്കുന്നത്. ശവപ്പെട്ടിയുടെ ആകൃതി, അതായത് 1 ബ്ലാക്ക് ഡെഡ്ലി ചിപ്പ് ഇൻസൈഡ്, ഒറ്റ പീസാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. 199 200 രൂപയാണ് മറ്റേ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്താൽ ഇതാണ്, ഇങ്ങനെയാണ് ഒരു ചിപ്പ് വരുന്നത്. എനി ലാസ്റ്റ് വേഴ്സ്, ഇതിൻ്റെ മേലെ അത് തുറന്നു കഴിഞ്ഞാൽ എഴുതിയേക്കുന്നത് കണ്ടോ, എനി ലാസ്റ്റ് വേഴ്സ്, ദി റെപ്പർ ഈസ് വെയിറ്റിംഗ്. പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അത്രക്ക് കഴിക്കരുതെന്ന് വരും പറയുന്നുണ്ട്. എല്ലാവരും കഴിച്ചു നോക്കുന്നുണ്ട്, ചിലവർ എരിവുണ്ട്, ചിലവർ എരില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് എന്താവുന്നൊരു പിടുത്തമില്ല. ഞാൻ മാത്രമേ കഴിക്കണുള്ളൂ, കുട്ടികൾ ഇതിൻ്റെ അടുത്തുണ്ട്, അവർക്ക് തൽക്കാലം നമുക്ക് ഇത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിലവർ ഐസ്ക്രീം അത് ഇത് പല സംഭവങ്ങളും കൊടുന്നിട്ട് സേഫ്റ്റി, അവർ എരുണ്ടെച്ചെങ്കിൽ കഴിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിയും. നമ്മുടെ കയ്യിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കുകയാണ്. സത്യം പറയാം, എരുണ്ടെങ്കിൽ എരുന്ന് പറയാം. എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. ഇത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് സംഭവങ്ങൾ പറയാം. പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടിച്ചേക്ക് തന്നെ ഒരു എരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് പീസ് പൊട്ടിക്കിടന്നിട്ടാണ് വന്നിക്കണത്. ഇതാണ്, ഇതേപോലത്തെ ഒരു പീസും കൂടി ഉണ്ട്. ഇത് 2 കഷ്ണമായിട്ടാണ് വന്നിക്കുന്നത്. ഇതേപോലത്തെ ഒരു പീസും കൂടി ഉണ്ട്. ഇതാ ഇങ്ങനെ പീസ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഒരു കഷ്ണം നമ്മുടെ ക്യാമറമാനിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട്. കഴിച്ച കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമറ പിടിക്കുന്ന നൗഫലിന് ക്യാമറമാൻ ഒരു പീസ് കൊടുത്ത്, അവൻ എരുണ്ട് പറയുന്നത് കേട്ടോ. ഒരു പീസ് കഴിച്ചിട്ടുള്ളൂ. അയ്യോ,
വെള്ളാട്ടിക്ക ഇതാരും ഇരുല്ല പറഞ്ഞു. അയ്യോ അയ്യോ ഈ ഒക്കെ തരണ്ടില്ല കേട്ടോ. അയ്യോ അതിന്റെ പൊടി കണ്ണി പോയിണ്ട്. ആ തുണിയുടെ വിലക്ക് ഉണ്ട്. ആ തുണിയിലുണ്ട്. അയ്യോ ഇതാണ് സാധനം. മച്ചാമാരെ കഴിയുന്നതിന് ആരെങ്കിലും ഇത് മേടിച്ച് കഴിക്കാൻ നോക്ക്. ഇതാണ് സാധനം. കണ്ട മുന്നേമാരെ ആ നമ്മൾ അത്യാവശ്യം എരിവൊക്കെ കഴിക്കണവരാണ്. അയ്യോ സൈക്കില്ല കേട്ടാ. ഇതാരും മേടിച്ച് കഴിക്കരുത്. സൈക്കില്ല. അയ്യോ ഒരു പീസ് അയച്ചിട്ടുള്ളൂ കേട്ടാ. ഇനി ഉണ്ടായാലും പീസ് ഇനിയുണ്ട്. ഏത് ആരെയും പറ്റി ആകട്ടെ ചാവും. എന്താ സാധനമൊക്കെ. അയ്യോ കഴിക്കരുത് കേട്ടാ. ആരും കഴിക്കരുത്. ഈ സാധനം കഴിക്കരുത്. ഇവരൊക്കെ ടേസ്റ്റ് നോക്കണമെന്ന് പറയണേ. അപ്പോൾ അവരൊക്കെ ഓരോ പീസ് കഴിച്ചു നോക്കുന്നുണ്ട്. കൂടുതൽ എല്ലാവർക്കും ഒരു പീസ് കൊടുത്തോ. അത് കടിച്ചു നോക്കണ്ട. അങ്ങനെ പൊട്ടിച്ചോ. ഒരുമിച്ചിട്ട് കേട്ടോ. നമുക്ക് വേണ്ടേ എന്നാ ചെറുതാരെ കഴിച്ചോ. കുഴപ്പമില്ല. ഒറ്റയടിക്കുന്നുള്ളേ കിട്ടുള്ളൂ. ഇട ആ എരിവൊന്നുമില്ല. എനിക്ക് എരിവൊന്നും തോന്നില്ല. അയ്യോ പിടിച്ചിരുന്ന ആളാണ്. ക്യാമറ പിടിച്ചിരുന്ന ആളുടെ അവസ്ഥയാണ് കിട്ടാ. ഒന്നോ കഴിക്കണ്ട. ആരും കഴിക്കണ്ടത്. അയ്യോ നല്ല എരുണ്ടല്ലേ. ഇപ്പൊ ഒരു ഇതായി. ഒരു ഇതാക്കണേ. പേര് പറഞ്ഞാ ഫവാസ്. ആ ഇതാ ജാസിർ. കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? നല്ല എരുണ്ട്. നല്ല എരുണ്ട് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിത് ചലഞ്ച് എല്ലാവരും കഴിക്കണ കാരണം കഴിച്ചതാണ്.